വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആണ് ആന. ജനം ആനയെ കൊണ്ട് വലയുകയാണല്ലേ. ഒരു മാസം കൊണ്ട് നമ്മൾ നേരിട്ടത് 10-ലധികം കാട്ടാൻ ആക്രമണങ്ങളാണ്. അതിൽ പലരുടെയും ജീവൻ അപഹരിച്ചത് നമ്മൾ വേദനയോടെയാണ് കണ്ടുനിന്നതും. തീർന്നില്ല, ഇന്നലെ ഇതാ വീണ്ടും ഒരു ജീവൻ കൂടി നഷ്ടമായിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് വില്ലൻ? ആനയാണോ അതോ മനുഷ്യനാണോ? ഇതുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഇതിനൊരു പോംവഴി പോയിട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നത്. ജനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നമ്മൾ തന്നെ ഇലക്ട് ചെയ്തു വിട്ട ഇവർക്ക് ബാധ്യതയില്ല എന്നതാണ് ഞാൻ ഓർക്കുന്നത്. ഓരോ വട്ടം ഓരോ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും കൊടിയും താങ്ങിൽ റോഡിലിരിക്കും. നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് ധനസഹായം വാഗ്ദാനം നൽകി രാഷ്ട്രീയ പാർട്ടികളുടെ നിരയിറങ്ങും. സർക്കാർ വക ഇത്ര, കേന്ദ്രം വക ഇത്ര. ഇനി ആന മറ്റു സംസ്ഥാനങ്ങളുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ അവരുടെ വക വേറെ. ഇതൊക്കെ വാഗ്ദാനങ്ങളായി മാത്രം നിലകൊള്ളുന്നു എന്നുള്ളത് മറ്റൊരു സത്യം. പണം നൽകുമെന്നുള്ള വാഗ്ദാനം മാത്രം നൽകാതെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നൽകാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുന്നില്ല. എല്ലാവരും നോക്കുകുത്തികളായിരിക്കുന്നു. ജീവനുകൾ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴേ അവിടെ പരിഹാരം കാണുകയുള്ളൂ. അല്ലാതെ ഇലക്ഷൻ വാഗ്ദാനങ്ങളായി ഇത് മാറ്റരുത്. കാരണം ഇന്നത് അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അന്തിമ പരിഹാരമാണ് വേണ്ടതെങ്കിൽ ഒരു വട്ടമെങ്കിലും ബഹുമാനപ്പെട്ട അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ജാംനഗറിലെ ആരംഭിക്കാൻ പോകുന്ന ആനന്ദ് അംബാനിയുടെ സ്വപ്ന പദ്ധതിയായ വനധാര, മൃഗപരിപാലനത്തിന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ്, ഇതിൽ നിന്ന് ഒരു ലാഭമല്ല അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പകരം മൃഗങ്ങളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ റെസ്ക്യൂ ചെയ്ത മൃഗങ്ങളെ ആണ് ഇവിടെ പരിപാലിക്കുന്നത്. അങ്ങനെ ഇവിടെ ഏകദേശം 200 അധികം ആനക്കൂട്ടങ്ങളുണ്ട്. ഭീഷണി നേരിടുന്നതും ഗുരുതരമായി പരിക്കേറ്റതുമായ മൃഗങ്ങളുടെ സംരക്ഷണവും പുനരധിവാസവും ലക്ഷ്യമിടുന്ന വനധാര പദ്ധതി ഇന്ത്യയിലും അതുപോലെ വിദേശത്തുമായിട്ടായിരിക്കും പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്. ഗുജറാത്തിലെ ജാംനഗറിലുള്ള 3000 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലയാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. എന്നാൽ ഒരു നാടിന്റെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇതിന് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ കിടങ്ങുകളൊക്കെ നിർമ്മിക്കാം, ഫെൻസിങ് ഒക്കെ നിർമ്മിക്കാം. ഇനി പോട്ടെ, ഇനി ഒരു ലോങ് ടേം ആക്കുന്ന ഒരു സമയത്ത് കൃത്രിമമായിട്ട് ഇതുപോലുള്ള വനമെല്ലാം നിർമ്മിക്കാം. അതുപോലെ വെള്ളത്തിന്റെ ലഭ്യതക്കുറവിന് വേണ്ടിയിട്ട് തണ്ണീർത്തടങ്ങളെല്ലാം നിർമ്മിക്കാം. വനധാരയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, മൃഗങ്ങൾക്ക് വേണ്ടി, അതായത് ആനകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ ലഡു, അതുപോലെ കിച്ചടി, തണ്ണിമത്തൻ ജ്യൂസ്, അത് കണ്ടു കഴിഞ്ഞാൽ ആ കൃത്രിമ വനത്തിലെ ഒരു മൃഗമായിട്ടെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. പറഞ്ഞു വരുന്നത് മൃഗത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ്. അതുപോലെ മൃഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഹോസ്പിറ്റൽ, തണ്ണീർ വനങ്ങൾ, വളരെ മനോഹരമായ പദ്ധതി. ഇത് യഥാർത്ഥത്തിൽ ലോഞ്ചിങ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ നീച പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് വനം ഇല്ലാതാകുന്നതും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും മറ്റും. മറ്റൊരു കാര്യം, ചൂട്. മനുഷ്യനായ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ പാവം മിണ്ടാപ്രാണികളുടെ അവസ്ഥ പറയണോ? അവയ്ക്ക് വേണ്ടേ വെള്ളം ലഭിക്കുന്നില്ല. അതുപോലെ അവർക്ക് ലഭിക്കേണ്ടത് നിഷേധിക്കപ്പെടുന്നു. സ്വാഭാവികമായും അവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും ചിന്തിക്കാൻ പ്രാപ്തിയുള്ള മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് കയ്യും കണക്കുമില്ല. പിന്നെയാണോ മിണ്ടാപ്രാണികളായ മൃഗങ്ങളുടെ കുറ്റം പറയുന്നത്? അവർക്ക് വേണ്ടത് വെള്ളവും ഭക്ഷണവുമാണ്. അതായത് അവരുടെ ബേസിക് നീഡ്സ്. നമുക്ക് വേണ്ട സെക്യൂരിറ്റി, സമാധാനമായി ഉറങ്ങാനുള്ള ഇടം, ഇതെല്ലാം നമുക്ക് പ്രതികരിക്കാൻ പറ്റും. പക്ഷേ അവർക്കത് കഴിയുന്നില്ല. ഇതും കൂടി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അതുള്ളിടം തേടി അവർ പോകുന്നത്. അല്ലാതെ ആന മനഃപൂർവ്വം ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊല്ലുന്നതൊന്നും അല്ല. അത് ചെയ്യുന്നത് ആരാണ്? മനുഷ്യരാണ്.
അതുകൊണ്ടാണല്ലോ ക്രൂര പീഡനങ്ങൾക്ക് ഇരയായ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ കേരളം സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസം. വെട്ടിക്കൊല്ലുന്ന വൈരാഗ്യ ബുദ്ധിയൊന്നും അല്ലെങ്കിൽ അവറ്റകൾക്കൊന്നുമില്ല. അതായത് അവർക്ക് കിട്ടേണ്ട നീതി അവർക്ക് കിട്ടുന്നില്ല. മനുഷ്യനെ പോലെ എല്ലാ പരിമിതികളോടെയും മൃഗങ്ങൾക്കും ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ബേസിക് ആവശ്യങ്ങളെ നിശ്ചലമാക്കുന്നത് മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുമ്പോൾ അവർക്കുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കരുത്. ഇനിയും പല ജീവനുകൾ ഇല്ലാതാക്കുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് പടിപടിയായിട്ട് ഓരോ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സർക്കാർ ഈ അംബാനി ഫാമിലി ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ പോകുന്ന ഈ ഒരു പുതിയ പദ്ധതി ഒരു മാതൃകയാക്കി കണ്ടുകൊണ്ട് ഇതിനൊരു അന്തിമ പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.